ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു അടിപൊളി രഹസ്യക്കൂട്ടാണ്. അതായത് നമ്മളെ വീടുകളിലൊക്കെ തയ്യാറാക്കുന്ന പൂളയ്ക്ക് എങ്ങനെ നമുക്ക് സ്വാദ് കൂട്ടാം എന്നുള്ളൊരു ടെക്നിക്കാണ്, രഹസ്യക്കൂട്ടാണ് അത്. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായ സമയത്ത് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2 ടീസ്പൂണിൽ വെളിച്ചെണ്ണ. അത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായ സമയത്ത് നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കുകയാണ്. കടുകിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല. കടുകൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് ഒരല്പം ജീരകമാണ്. ഒരല്പം മാത്രം ജീരകം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രധാന കൂട്ടാൽ ചേർത്തു. ഈ ചേർത്തിരിക്കുന്ന കൂട്ടൊന്ന് നമ്മൾ വാടി വന്നു കഴിഞ്ഞാൽ, അതായത് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കിതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പൂള ചേർത്ത് കൊടുക്കുക. അതായത് പൂള വേവിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം, കല്ലുപ്പ്, കല്ലുപ്പ് മാത്രം ഇട്ടുകൊണ്ട് നമ്മൾ പൂള വേവിച്ചിരിക്കുന്നത് അത് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കഴിഞ്ഞാൽ നമ്മളെ പൂളയ്ക്ക് സ്വാദായിരിക്കും. അപ്പോൾ നിങ്ങളൊക്കെ വീടുകളിൽ തയ്യാറാക്കി നോക്കുക, കമൻറ്റ് പറയാൻ മറക്കരുത്. ഈ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള 2 വറ്റൽമുളക്, പിന്നെ 5-6 അല്ലി ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുഞ്ഞി കഷ്ണങ്ങളാക്കി കൊത്തി അരിഞ്ഞ് വെച്ചത്, പിന്നെ ഒരു വെളുത്തുള്ളി എന്ന് പറഞ്ഞ സമയത്ത് ഒരല്ലി വെളുത്തുള്ളിയാണ്, അതും ചെറുതായി അരിഞ്ഞതാണ്, കൊത്തി അരിഞ്ഞ് വെച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത്രയും നമ്മൾ ചേർത്താണ് ഈ പൂളയിലെ വറവ് തയ്യാറാക്കുന്നത്. ശ്രദ്ധിക്കുക, വറ്റൽമുളക് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രം നമ്മൾ എന്താക്കുക, പൂള അതിലിട്ട് കൊടുക്കുക. അതായത് പൂള നമ്മൾ എത്രയാണ് ചേർക്കുന്നത് അതിൻ്റെ അളവിനനുസരിച്ച് നമ്മളെ ഈ വെളുത്തുള്ളി അതേപോലെ ഇഞ്ചി ചെറുള്ളിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി നമ്മൾ കൂട്ടി കൊടുക്കണം. മറ്റൊരു കാര്യം കൂടി, വീഡിയോയ്ക്ക് കുറച്ചൊരു ക്ലാരിറ്റി കുറവുണ്ടാകും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേക സാഹചര്യത്തിൽ തയ്യാറാക്കിയതാണ് ഈ പൂള. അപ്പം പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ്, ട്രൈപ്പോഡോ മറ്റ് സംഗതികളൊന്നും ഇല്ലാതെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയാൻ മറക്കരുത്. ഒപ്പം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും.